നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മത്സ്യനേക്കാം, നിന്റെ വലതുവശത്ത് 10,000ങ്ങളും. നിനക്കൊരർത്ഥവും സംഭവിക്കില്ല. ദുഷ്ടന്റെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണും. നീ കർത്താവിനെ ആശ്രയിച്ച് അതിന്റെ നിവാസം ഉറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കില്ല, ഒരനർത്ഥവും നിന്നെ കൂടാശെ സമീപിക്കുകയില്ല. നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് നിന്നെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദങ്ങളിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകൾ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെ അണുകളുടെ മേൽ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മിതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോടൊട്ട് നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എന്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം അരുളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഞാൻ അവനെ സംതൃപ്തനാക്കും. എന്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ദൈവവചനമാണ് നാം കേട്ടത്. കാണാൻ ഞാനെന്നും കൊതിച്ച മതിമുഖിനി
വസിക്കുന്ന കൂടാരത്തിൽ പരിശുദ്ധമാകുമീ ബലിപീഠത്തിൽ ദൈവം വസിക്കുന്ന കൂടാരത്തിൽ പരിശുദ്ധമാകുമീ ബലിപീഠത്തിൽ നന്ദി തൻ ബലിയായി തെളിയുന്ന തിരിയായി തീർന്നിടാൻ ആശയോടണയുന്നിതാ. നന്ദി തൻ ബലിയായി തെളിയുന്ന തിരിയായി തീർന്നിടാൻ ആശയോടണയുന്നിതാ. തിരുസുതനോടൊപ്പം ഒരു ബലിയായി തീരാം, നവജീവൻ നേടാം, പുതുമലരായി വിരിയാം. തിരുസുതനോടൊപ്പം ഒരു ബലിയായി തീരാം, നവജീവൻ നേടാം, പുതുമലരായി വിരിയാം. ആരാധനയ്ക്കായി അണയുന്ന ദാസരിൽ കാരുണ്യപ്പൂമഴ തൂകേണമേ. ആരാധനയ്ക്കായി അണയുന്ന ദാസരിൽ കാരുണ്യപ്പൂമഴ തൂകേണമേ. നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവമേ, ഞങ്ങളെ സംതൃപ്തരാക്കി ആയുഷ്കാലം മുഴുവൻ ഞങ്ങൾ ആനന്ദിച്ചു രസിക്കുന്നു. അവിടെ നാമവും ഞങ്ങളിലും ഞങ്ങളുടെ കരവിലും പ്രസരിപ്പിക്കലും വിശ്വസനായ സ്നേഹവാത്സല്യമുള്ള എല്ലാവരും പ്രിയമുള്ള മാതാപിതാക്കളെയും സഹോദരി സഹോദരങ്ങളെയും കുഞ്ഞുമക്കളെയും വിശുദ്ധ വിവാഹം സ്വീകരിച്ച് കുടുംബജീവിതത്തിൽ നിന്ന് എവിടെയും ശുഭയാത്രയ്ക്ക് അനുഗ്രഹമായിട്ട് ഈ രീതിയിൽ അർപ്പിക്കുകയാണ്. എല്ലാം കരുതുന്ന തമ്പുരാന്റെ വലിയ സ്നേഹവും കരുതലും എന്നും നിങ്ങളുടെ കൂടെ നിങ്ങളും അവർക്കൊരു കൂടെ ആയിരിക്കുകയാണ് വേണ്ടത്. കൃപകൾ ചെറിയ കർത്താവ് കൃപ സ്വീകരിക്കുവാനായിട്ട് കാത്തിരിക്കുന്ന ദൈവമക്കളുടെ മേലെ കൃപകൾ ധാരാളമായി ചൊല്ലി അത് ഉൾക്കൊണ്ട് തന്നെ ജീവിക്കുവാൻ പരസ്പര സ്നേഹ വാത്സല്യങ്ങളിലും അപ്പം ദൈവം തന്ന സമ്മാനമായിട്ട് നിങ്ങൾ ഇരുവരെയും കാണുക. ഒപ്പം സമ്മാനം എത്ര ശ്രേഷ്ഠമാണ് എന്ന് കരുതുക. ആദ്യത്തെ അമ്മായി കൊടുത്തപ്പോൾ എൻ്റെ അസ്ഥിയുടെ അസ്ഥി മാംസത്തിൻ്റെ മാംസം എന്ന് അവർ കാണി അവൻ പാടി. അതുപോലെ ഇരുവരും സ്വന്തം എന്നോണമാണ് ഉണ്ടാകുന്നത്. അതിന് ഒരു പരിധിയില്ല. പലപ്പോഴും പഠനം സൂചിപ്പിക്കും ഏറ്റവും വലിയ സ്നേഹബന്ധമായത് ഭാര്യയുടെ സ്നേഹം. അത് കുടുംബമായത് തമ്പുരാന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുന്നവരായിട്ട് മാറ്റുകയാണ്. ആ വലിയ അനുഗ്രഹവും കൃപയും നമ്മുടെ ഇരുവരിച്ചിട്ടുണ്ടാകുകയും എല്ലാവരെയും നാം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ ദിവസത്തിൻ്റെ നന്മകൾ നിങ്ങൾക്ക് ഇരുവർക്കും നേരുകയും ചെയ്യുന്നു. ഭക്തിപൂർവ്വം ഇവരെയും പങ്കുചേരാൻ ജീവിതത്തിൽ വന്നുപോയ എല്ലാ വീഴ്ചകൾക്കും ഒരിക്കൽ കൂടി മാപ്പ് ചോദിച്ചുകൊണ്ട് പിതാവിന്റെ സന്നിധിയിൽ മാപ്പ് ചോദിക്കാൻ പരസ്പരം മറ്റുള്ളവരോട് എതിരെയായതുകൊണ്ട് ഈ വലിയ അനുഗ്രഹത്തിൻ്റെ വഴിയെ നമുക്ക് പങ്കുചേരാം. സർവശക്തനായ ദൈവം സഹോദരങ്ങളോട് എനിക്ക് പറയുന്നു, വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും വീഴ്ചയാലും ഞങ്ങളുടെ പാപം ചെയ്തുപോയി. എന്നെ വീഴാം, എന്നെ വീഴാം, എന്നെ വീഴില്ല. ആകെയാൽ നിത്യനിയായ ദർശനമറിയത്തോടും എല്ലാ മാലാഖമാരുടെ വിശുദ്ധരോടും സഹോദരങ്ങളോടും അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവത്തിന് പാപങ്ങൾ പുറത്ത് നമ്മെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. Amen.
ദൈവത്തിനും മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. കരുണ്യവാനായ പിതാവേ, പ്രിയജനങ്ങളുടെ പ്രാർത്ഥനകൾ വ്യാപകവും ശ്രദ്ധിക്കണം. അങ്ങേ മക്കളായ വധുവരന്മാരുടെ അനുസരിക്കണം. വെളിവേദിന് മുമ്പിൽ വെച്ച് പരിശുദ്ധമായ വിവാഹം തലനാട്ടിയവർ പരസ്പര സ്നേഹത്തെ സ്ഥിരീകരിക്കുവാൻ കഴിയണം. അങ്ങയുടെ പരിശുദ്ധാത്മാവുകളായി എന്നും ദൈവമായി ജീവിച്ചു വാഴും ഞങ്ങളുടെ കർത്താവും പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. അവരിൽ പലരും ദൈവവചനം അനുസരിക്കാത്ത പക്ഷം ഭാര്യമാർക്ക് തങ്ങളുടെ നിർമ്മല നടപടിയും ഭക്തിയാദരവും നിമിത്തം വാക്കുകളൊന്നും കൂടാതെ തന്നെ ഭർത്താക്കന്മാരെ നേടാൻ കഴിയണം. പിന്നിയ മുടി, സ്വർണ്ണാഭരണം, മോടിയേറിയ വസ്ത്രങ്ങൾ തുടങ്ങിയ ബാഹ്യ അലങ്കാരങ്ങളല്ല അവയ്ക്കുണ്ടായിരിക്കേണ്ടത്. ദൈവസന്നിധിയിൽ വിലയിരുത്തലും സൗമ്യവും ശാന്തവും അക്ഷയവുമായ ആന്തരിക ജീവിതമാണ് അവരുടെ ഭൂഷണം. ഇങ്ങനെയാണ് യുഗകാലങ്ങളിൽ ദൈവത്തിൽ പ്രത്യാശിച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിക്കുകയും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തത്. സാറ അബ്രഹാത്തെ നാഥ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നിങ്ങൾ അവരുടെ പുത്രന്മാരാണ്. യാതൊന്നും ഭയപ്പെടാതെ നന്മ ചെയ്യുവിൻ. ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വിഘ്നം വരാതിരിക്കാൻ ഭാര്യമാരോടൊക്കെ വിവേകത്തോടെ വസിക്കുവിൻ. അവർ ബലഹീന പാത്രങ്ങളാണെന്നും നിത്യായുസ്സാകുന്ന ദാനത്തിന്റെ കൂട്ടവകാശികളാണെന്നും ഓർത്ത് അവരെ ബഹുമാനിക്കുവിൻ. അവസാനമായി എല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദര സ്നേഹവും അനുകമ്പയും വിനയവും ഉള്ളവരായിരിക്കുവിൻ. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്, നിന്ദനത്തിന് പകരം നിന്ദിക്കരുത്, മറിച്ച് ആശീർവദിക്കരുത് വേണ്ടത്. എന്നാൽ അനുഗ്രഹത്തിന്റെ ജന്മാവകാശികളായിട്ടതിനെ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവവചനമാണ് നാം കേട്ടത്. 10-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഈശോ പരീശയോട് അരുളി ചെയ്തു, സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ദൈവം മനുഷ്യരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ആകയാൽ പുരുഷൻ തന്റെ മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് ചേർന്ന് ഇരുവരും ഒരു ശരീരമായി തീരും. പിന്നെ അവർ രണ്ടല്ല ഒന്നാണ്. തന്നിമിത്തം ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർതിരിക്കരുത്. ദൈവവചനമാണ് നാം കേട്ടത്. ഈ സുവിശേഷ വചനങ്ങളുടെ ഭാഗങ്ങളെ മികച്ചതാകട്ടെ. പ്രിയപ്പെട്ടവരെ, പുരോഹിതന്റെയും സമൂഹത്തിന്റെയും മുമ്പിൽ വെച്ച് നിങ്ങളുടെ സ്നേഹത്തെ പരിശുദ്ധമായ ഉദാസനത്തിന് ഉറപ്പിക്കുവാനാണെങ്കിലും നിങ്ങളുടെ ദേവാലയത്തിൽ വന്നിരിക്കും. നിങ്ങളുടെ സ്നേഹത്തെ ക്രിസ്തുനാഥൻ വാത്സല്യപൂർവ്വം ആസ്വദിക്കും. അവിടെ ഞാൻ നിങ്ങളെ ഭക്തിവെച്ചിട്ടുള്ളതാണെങ്കിലും ഇപ്പോഴാകട്ടെ ഈ പ്രത്യേക ഉദാസനം എല്ലാവരെയും ശക്തിപ്പെടുത്തുകയുമാണ്. വൈവാഹിക ജീവിതത്തിലെ എല്ലാ ചുമതലകളും എല്ലാവരും നിർവഹിച്ച് ആ ജീവിതം പരസ്പര വിശ്വസ്ത പാലിക്കുവാൻ അവരെ ആഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ പരസ്പര സമയം ചോദിക്കുകയാണ്. നിങ്ങൾ മറുപടി പറയുകയാണ്. എല്ലാം നിങ്ങൾ വിവാഹം വന്നിരിക്കുന്നത് ആരുടെയും സമ്മർദ്ദം കൂടാതെ പൂർണ്ണമായ അറിവോടും സ്വാതന്ത്ര്യത്തോടും കൂടെയാണ്. നിങ്ങൾ ഭാര്യഭർത്താക്കന്മാരെ നിലയിൽ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ച് ആദരിച്ച് ജീവിക്കുവാൻ സന്നദ്ധരാണ്. നിങ്ങൾ ദൈവത്തിന്റെ നല്ല ജോലികളെ സ്നേഹത്തോടും സ്വീകരിക്കുവാൻ ക്രിസ്തുവിനെയും സഭയുടെയും ബോധവശം വളർത്തുവാൻ സന്നദ്ധരാണ്. വിവാഹം വിളിച്ചുകൊണ്ട് നിങ്ങൾ വലതിനെ ചേർത്ത് വിളിച്ചുകൊണ്ട് തിരുസഭയുടെയും ദൈവത്തിനെയും